മലയാള ചലച്ചിത്ര കോൺക്ലേവ് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച വലിയ കോൺക്ലേവിൻ്റെ ഒടുവിൽ അതിനേക്കാൾ വലിയ ഒരു വിവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നു. അത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രസംഗത്തിനിടയിൽ ഉണ്ടായ പരാമർശം, ആ പരാമർശത്തിനെ പ്രതിഷേധിക്കുന്നു. കോൺക്ലേവിൽ തന്നെ പ്രസംഗത്തിനിടയിൽ തന്നെ പ്രതിഷേധമായിരുന്നു. അത് വലിയ വിവാദമായി മാറുകയാണ് ഈ ഘട്ടത്തിൽ പ്രശസ്ത സംഗീതജ്ഞൻ കൈതപ്രം ദാമോദരൻ നമ്പൂരി നമ്മളോടൊപ്പം ചേരുകയാണ്. മാഷ് കോൺക്ലേവിൽ പങ്കെടുത്തതാണ്. ആ കോൺക്ലേവിൻ്റെ ഒടുവിൽ ഒരു വലിയ വിവാദം വന്നിരിക്കുകയാണ്. മാഷ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഗവൺമെൻറ് നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ കോൺക്ലേവ്. വളരെ നല്ല ആശയമാണ്, നല്ല മനസ്സ്, നല്ല സിനിമ, നല്ല കാലം എന്നൊക്കെ പറഞ്ഞൊരു കൺസെപ്റ്റാണ്. അതിന് എനിക്ക് ആ കലാകാരിയും ഇഷ്ടമാണ്. അടൂരിനെ നമ്മൾ ഗുരുവിനെ പോലെ സ്നേഹിക്കുന്ന ആളുമാണ്, ബഹുമാനിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല. ഇത് തുടരരുത്, ഇത് നമുക്ക് നിർത്തണം. സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമുക്ക് നിർത്തുകയും ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഇത് ഇനി വിവാദം നിർത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിവാദങ്ങൾ മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതാണോ ഇനി? കാരണം ഈ വിവാദങ്ങൾ കൊണ്ട് ഇൻഡസ്ട്രി അനുദിനം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം, ഇൻഡസ്ട്രിയിൽ നിരവധി പ്രതിസന്ധികൾ ഉള്ള ഘട്ടത്തിൽ വിവാദങ്ങൾ ഇനിയും മലയാള സിനിമയ്ക്ക് താങ്ങാനാകും? അതെ, വിവാദങ്ങൾ എപ്പോഴും ചർച്ചകൾ എന്നുള്ള രീതിയിൽ നല്ലതാണ്. പരസ്പരം അധിക്ഷേപിക്കുന്ന വിവാദങ്ങൾ ആവശ്യമില്ല. നമുക്ക് സ്നേഹത്തോട് സംസാരിക്കാം, അത് മതി. കാരണം ഒരു പക്ഷം പിടിക്കുകയും നമ്മൾ ആരെയെങ്കിലും ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്യണ്ട. നമുക്ക് സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ സംസാരിക്കാം, ഇതെല്ലാം പറഞ്ഞു തീർക്കാം. നമസ്കാരം. അടൂർ സാർ ഇതിൽ പറഞ്ഞത് പരിശീലനം വേണമെന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ട്രെയിനിങ് വേണം, സിനിമയ്ക്ക് വെറുതെ സബ്സിഡി കൊടുത്താൽ പോരാ എന്നുള്ളതാണ്. അങ്ങനെയാണ് നല്ലത് തന്നെ. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രത്യേക ഒരു കാര്യം വെച്ചിട്ടൊന്നും ജാതിയും ഇതൊന്നും വെച്ചിട്ട് സംസാരിക്കുന്ന ആളല്ല അദ്ദേഹം. ഞാനങ്ങനെ വിശ്വസിക്കുന്നത്. ആ മോളെ എനിക്ക് തള്ളി പറയാനും പറ്റില്ല. കാരണം ഞങ്ങളൊക്കെ സമത്തിൻ്റെ ആൾക്കാരാണ്. അങ്ങനെ എനിക്ക് തള്ളി പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും തന്നെ പറഞ്ഞു തീർക്കണമെന്നാണ് എൻ്റെ ആവശ്യം. താങ്ക് യു. SKN വളരെ കൃത്യമായി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണം, അത് സമവായത്തിലൂടെ പരിഹരിക്കണം, രണ്ടുപേരും പരസ്പരം സംസാരിച്ച് പരിഹരിക്കണം. ഇനിയുമൊരു വിവാദം, ഈ വിവാദം നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് കൈതപ്രം നമ്പൂരി വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഭിലാഷ് പള്ളിക്കരക്കൊപ്പം ദീപക് ധർമ്മടം, 24.